നിങ്ങൾക്ക് പീരീഡ്സ് അല്ലെങ്കിൽ മെൻസസ് ആകുന്ന സമയങ്ങളിൽ അതിയായ വയറുവേദന, മസിൽ ക്രാംസ്, അതേപോലെ തന്നെ തലവേദന, ഛർദ്ദിക്കാൻ വരിക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? അതിന്റെ പേരിൽ നിങ്ങൾ അന്ന് ചെയ്യാൻ വിചാരിച്ച കാര്യം നടക്കാതെ വരിക, അല്ലെങ്കിൽ ലീവ് എടുക്കേണ്ടി വരിക, സ്കൂളിൽ പോകാതെ ഇരിക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ? എന്തായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? പീരീഡ്സിന്റെ സമയത്ത് വേദന വരുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ എല്ലാ മാസവും പെൺകുട്ടികളിൽ ഗർഭധാരണം നടക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗർഭാശയം ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ മൃദുവായ ഒരു പാളി രൂപപ്പെടുക എന്നുള്ളത്. എന്നാൽ ഈ പാളി ആവശ്യമില്ലാത്തത് കൊണ്ടും ഗർഭധാരണം നടക്കാതെ വരുന്ന സമയങ്ങളിലും നമ്മുടെ യൂട്രസ് നല്ല രീതിയിൽ കോൺട്രാക്ട് ചെയ്യുന്നു, അതായത് ചുരുങ്ങുന്നു. അത് ഈ പാളി പുറന്തള്ളാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് രക്തമായി നമുക്ക് പുറത്തേക്ക് പീരീഡ്സ് ആയി ഇതിനെ പുറന്തള്ളുന്നു. ഇങ്ങനെയാണ് ഈ ഒരു പീരീഡ്സ് ഉണ്ടാകുന്നത്. ഈ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിയായ വേദനയും ഛർദ്ദിക്കാൻ വരലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ആർക്കാണ് ഇത്രയും ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും കുട്ടികളിൽ PCOS, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ഉള്ള കണ്ടീഷൻസിലും ഇങ്ങനെ വേദന ഉണ്ടാകാറുണ്ട്. അതിന് പുറമെ ഹോർമോണൽ ഇംബാലൻസ്, അതേപോലെ മോശമായ ഭക്ഷണ രീതി പിന്തുടരുന്നവർ, എക്സർസൈസ് ഒട്ടും തന്നെ ചെയ്യാത്തവർ, വെള്ളം ആവശ്യത്തിന് കുടിക്കാത്തവർ, ഇങ്ങനെയുള്ളവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഇടയുണ്ട്. എന്താണ് നമുക്ക് ഇതിനെതിരെ ചെയ്യാൻ കഴിയുക? പ്രധാനമായിട്ടും നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് അത് വെച്ച് നമുക്ക് ചൂട് പിടിക്കാം, അല്ലെങ്കിൽ ഹോട്ട് ജെൽ ബാഗ്, അത് ഇലക്ട്രിസിറ്റിയിൽ പ്ലഗ് കുത്തിയതിന് ശേഷം ചൂട് പിടിക്കുന്നത് വളരെ എളുപ്പമാണ്. അങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേദന കുറയ്ക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള എക്സർസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്നു. ഭക്ഷണം ശരിയായിട്ട് കഴിക്കാൻ നോക്കുക. പ്രോട്ടീനും അതേപോലെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആവശ്യത്തിന് ശരീരത്തിൽ എത്തിയിരിക്കണം. ഇതിന് പുറമെ ജങ്ക് ഫുഡുകൾ, പ്രോസസ്ഡ് ഫുഡുകൾ ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. ഇനി മഗ്നീഷ്യം അടങ്ങിയ ഫുഡുകൾ, നട്ട്സ്, സീഡ്സ്, പഴം, അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അവക്കാഡോ. ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. ഹെർബൽ ചായ കുടിക്കുക. ഇഞ്ചി ചായ, ചെമോമില്ല ടീ, ഇതൊക്കെ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ചൂട് പിടിക്കുക. ചൂടുവെള്ളത്തിൽ കുളിക്കാനും കൂടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന്, അതായത് ഈ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാകും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്